ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്കുള്ള പ്രചാരണം ഊർജിതം. റോഡ് ഷോകളുമായി താരപ്രചാരകർ രംഗത്ത്. ഇന്ന് ലോക ബൌദ്ധിക സ്വത്തവകാശ ദിനം. തൃശൂർ പൂരാവേശത്തിൽ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പ് തുടങ്ങി. കേരളത്തിൽ ഇന്നും ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി സൺറൈസേഴ്സ് ഹൈദരാബാദ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 133ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും മൻ കി ബാത്ത് തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത്ത് കേൾക്കാം. പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ഗവേണിംഗ് ബോഡി അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സ്ഥാപനം അതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ തന്റെ ആശംസ അറിയിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രത്യേക തപാൽ സ്റ്റാമ്പും പ്രകാശനം ചെയ്തു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ റെക്കോർഡ് പോളിംഗെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം. 93.19% പോളിംഗാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. ഇത് രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന ശതമാനമാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 96.2% രേഖപ്പെടുത്തിയ കൂച്ച് ബിഹാറാണ് ജില്ലകളിൽ ഒന്നാമത്. 83.04% രേഖപ്പെടുത്തിയ കലിംപോങ്ങാണ് പട്ടികയിൽ ഏറ്റവും അവസാനം. ആദ്യഘട്ടത്തിൽ 33.62 മില്യണിലേറെ ആളുകളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇതിൽ 16.54 മില്യൺ സ്ത്രീകളും ഉൾപ്പെടുന്നു. ബംഗാൾ ജനതയുടെ ജനാധിപത്യ പ്രക്രിയയിലെ പങ്കാളിത്തത്തിന്റെ തെളിവാണ് ഈ റെക്കോർഡ് പോളിംഗെന്ന് അധികാരികൾ വ്യക്തമാക്കി. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചാരണം പശ്ചിമബംഗാളിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. വിവിധ പാർട്ടികളുടെ താരപ്രചാരകർ റോഡ് ഷോകൾ, റാലികൾ, പൊതുയോഗങ്ങൾ എന്നിവയുമായി രംഗത്ത് സജീവമാണ്. പരസ്യപ്രചാരണം നാളെ സമാപിക്കും. വിശദാംശങ്ങളിലേക്ക്. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ റാലികളിൽ പങ്കെടുക്കും. അധികാരത്തിലെത്തിയാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്നും BJP നേതാവും ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഇന്നലെ ജമാൽപൂരിൽ നടന്ന യോഗത്തിൽ വ്യക്തമാക്കി. ഉത്തർപാരയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി താൻ സുപ്രീംകോടതിയിൽ പോരാടിയാണ് വോട്ടർ പട്ടികയിൽ ഇടം നേടാതെ പോയ 32 ലക്ഷം പേർക്ക് അവസരം തിരികെ ലഭ്യമാക്കിയതെന്ന് പറഞ്ഞു. ബസിർഹാട്ടിൽ പ്രചാരണത്തിൽ പങ്കെടുത്ത തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജി പശ്ചിമബംഗാളിന്റെ വികസനത്തിന് ഉപകരിക്കേണ്ട ഫണ്ടുകൾ കേന്ദ്ര സർക്കാർ തടഞ്ഞുവച്ചിരിക്കുകയാണ് എന്ന് ആരോപിച്ചു. ഷാഹിദ് മിനാറിലടക്കം പ്രചാരണത്തിൽ പങ്കെടുത്ത ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി, മമതാ ബാനർജി എന്നിവരെ വിമർശിച്ച് രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അതിനിടെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായി വലിയ തോതിലുള്ള സുരക്ഷാ നടപടികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് നടത്തുന്നത്. ക്യാമറകൾ ഘടിപ്പിച്ച ആളില്ല വിമാനങ്ങൾക്ക് പുറമെ 2321 കമ്പനി കേന്ദ്ര സേനയെയും സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. കൊൽക്കത്തയിൽ മാത്രം 273 കമ്പനി സേനയുടെ സേവനമാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. രാജ്യത്തെ പെട്രോളിയം ഉത്പന്നങ്ങളുടെയും LPGയുടെയും തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കാൻ നിരവധി നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. LPG വിതരണത്തിന് മുൻഗണന നൽകിയിട്ടുണ്ടെന്നും ഒരു വിതരണക്കാരനിലും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. അതേസമയം പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരമുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയം അറിയിച്ചു. ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും രാജ്യത്തുള്ളവർ എംബസിയുടെ പിന്തുണയോടെ കര അതിർത്തി വഴി ഇറാൻ വിടണമെന്നും ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്ന് ലോക ബൌദ്ധിക സ്വത്തവകാശ ദിനം. നവീകരണവും സർഗാത്മകതയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ പേറ്റന്റുകൾ, പകർപ്പവകാശം, വ്യാപാര മുദ്രകൾ എന്നിവയ്ക്കുള്ള പങ്കിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ദിനാചരണം. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും ഏപ്രിൽ 26-ന് ലോക ബൌദ്ധിക സ്വത്തവകാശ ദിനം ആചരിക്കുന്നത്. IPയും കായികരംഗവും റെഡി സെറ്റ് ഇന്നൊവേറ്റ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിലെ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിപുലമായ പ്രതിരോധ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പൊതുസ്ഥലങ്ങളിൽ കുടിവെള്ളം, ORS, തണൽ പന്തലുകൾ എന്നിവ ഉറപ്പാക്കും. ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ളപ്പോൾ പൊതുപരിപാടികൾക്കും കായിക മത്സരങ്ങൾക്കും കർശന നിയന്ത്രണം ഏർപ്പെടുത്തും. തടസ്സമില്ലാതെ വൈദ്യുതി, കുടിവെള്ള വിതരണം ഉറപ്പാക്കാൻ KSEBയ്ക്കും വാട്ടർ അതോറിറ്റിക്കും നിർദ്ദേശം നൽകി. ആരോഗ്യമേഖലയിൽ പ്രത്യേക ഹീറ്റ് ക്ലിനിക്കുകൾ ആരംഭിക്കാനും പാമ്പുകടിക്കെതിരെയുള്ള ആന്റിവെനം ലഭ്യതയും അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരായ ജാഗ്രതയും ഉറപ്പാക്കാനും തീരുമാനിച്ചു. കേരളത്തിൽ ഇന്നും ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴയിൽ ഇന്നലെ രാത്രി കനത്ത വേനൽ മഴ ലഭിച്ചു. കാറ്റിൽ മരം വീണ വൈദ്യുത കമ്പികൾ പൊട്ടി പലയിടങ്ങളിലും വൈദ്യുത ബന്ധവും തകരാറിലായി. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം ഇന്ന്. ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വിശദാംശങ്ങളിലേക്ക്. ആചാരപ്പെരുമയിൽ വടക്കുംനാഥന്റെ സന്നിധി പൂരാവേശത്തിലേക്ക് കടക്കുകയാണ്. ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. കണിമംഗലം ശാസ്താവാണ് ആദ്യം ക്ഷേത്രത്തിലെത്തുക. തുടർന്ന് മറ്റ് 7 ദേശങ്ങളുടെയും എഴുന്നള്ളിപ്പ് നടക്കും. മഠത്തിൽ വരവ് പഞ്ചവാദ്യം രാവിലെ 11:30-നും ഇലഞ്ഞിത്തറമേളം ഉച്ചയ്ക്ക് 2:30-നും 5:30-ന് തെക്കോട്ടിറക്കവും 15 മിനിറ്റ് നീളുന്ന പ്രതീകാത്മക കുടമാറ്റവും നടക്കും. ഇത്തവണയും ജനക്കൂട്ടം എത്തുമെന്ന നിഗമനത്തിൽ സുരക്ഷയ്ക്ക് 4100 പോലീസുകാരെയാണ് നഗരത്തിൽ വിന്യസിച്ചിട്ടുള്ളത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തെ തുടർന്ന് സാമ്പിൾ, പ്രധാന വെടിക്കെട്ടും തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ ഒഴിവാക്കി. മേളം, മേളക്കാരുടെ എണ്ണം, ആനകളുടെ എണ്ണം എന്നിവയിൽ മാറ്റമില്ലാതെ തുടരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ 2027 സെൻസസ് 2 ഘട്ടങ്ങളിലായി പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിൽ നടത്തും. ആദ്യഘട്ടത്തിൽ ജൂലൈ 1 മുതൽ 30 വരെ ഭവന ലിസ്റ്റിംഗും ഭവന സെൻസസും നടക്കും. ഇതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 15 ദിവസത്തേക്ക് സെൽഫ് എന്യൂമറേഷൻ ആരംഭിക്കും. രണ്ടാം ഘട്ടമായി ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി എന്യൂമറേറ്റർ മൊബൈൽ ആപ്പിലൂടെ വിവരശേഖരണം നടത്തും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധ സേനയ്ക്ക് നിർദ്ദേശം നൽകി. മധ്യേഷ്യയുടെ മുഖച്ഛായ മാറ്റുമെന്ന് താൻ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മികച്ച രീതിയിൽ ചർച്ച നടത്തിയെന്നും ഇറാനുമേൽ സാമ്പത്തികമായും സൈനികമായും വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനിലെ ഉന്നത നേതാക്കളുമായി ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി ഇസ്ലാമാബാദിൽ ചർച്ച നടത്തി. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിന് ഇറാൻ മുന്നോട്ടുവച്ച ആവശ്യങ്ങളുടെ പട്ടിക അദ്ദേഹം കൈമാറി. അതേസമയം അമേരിക്കൻ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും ഇനി ചർച്ചകൾക്കായി ഇസ്ലാമാബാദിലേക്ക് പോകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇഷാൻ കിഷനാണ് കളിയിലെ താരം. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇതോടെ 7 മത്സരങ്ങളിൽ 6 വിജയവുമായി പഞ്ചാബിന് 13 പോയിന്റായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ ഗുജറാത്തിനെയും ലക്നൌ കൊൽക്കത്തയെയും നേരിടും. ബാഡ്മിന്റൺ യൂബർ കപ്പ് ഫൈനൽസിലെ രണ്ടാം ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ യുക്രൈനെതിരെ 3-0 വിജയിച്ച് ഇന്ത്യൻ വനിതാ ടീം. ആതിഥേയരായ ഡെൻമാർക്കിനോട് ആദ്യ മത്സരത്തിലേറ്റ തോൽവിക്ക് ശേഷമാണ് ഇന്ത്യയുടെ വിജയം. ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ഔദ്യോഗികമായി ഇന്റർനാഷണൽ വേൾഡ് ഗെയിംസ് അസോസിയേഷനിൽ അംഗമായി. കഴിഞ്ഞ ദിവസം സ്വിറ്റ്സർലൻഡിലെ ലുസൈനിലുള്ള ഒളിമ്പിക് മ്യൂസിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗത്തിലാണ് അംഗത്വം സ്വീകരിച്ചത്. ഇതോടെ IWGAയിലെ അംഗങ്ങളുടെ എണ്ണം 40 ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിലേക്കുള്ള പ്രചാരണം ഊർജിതം. റോഡ് ഷോകളുമായി താരപ്രചാരകർ രംഗത്ത്. ഇന്ന് ലോക ബൌദ്ധിക സ്വത്തവകാശ ദിനം. തൃശൂർ പൂരാവേശത്തിൽ. ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പ് തുടങ്ങി. കേരളത്തിൽ ഇന്നും ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി സൺറൈസേഴ്സ് ഹൈദരാബാദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.